അക്കൗണ്ടൻസി എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത്. അതേപോലെ ഓരോ വിഷയങ്ങൾ എങ്ങനെ പഠിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരും. അതനുസരിച്ച് പഠിച്ചാലുണ്ടല്ലോ, ഇപ്പൊ വൈകിയെന്ന് തോന്നുന്നുണ്ടാവും, വൈകിട്ടില്ല, എന്ത് ചെയ്താൽ മതി, ഇപ്പൊ സ്റ്റാർട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായിട്ടും കാണാം. നമ്മുടെ +1 മെഗാ റിവിഷൻ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതിലേക്ക് ഇതുവരെ ഒന്നും പഠിക്കാത്തവരുണ്ടെങ്കിൽ അവരെ ജോയിൻ ചെയ്തോ, എല്ലാം നിങ്ങളെ നമ്മൾ പഠിപ്പിച്ചു തരും കേട്ടോ. സോ അതിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴ്ക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ ഹായ് +1 മെഗാ റിവിഷൻ എന്ന് മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ, സോ നമുക്ക് ആദ്യം വെയിറ്റേജ് മനസ്സിലാക്കിയിട്ട് ഓരോ പാഠത്തിൽ നിന്ന് ആ വെയിറ്റേജ് അനുസരിച്ച് എന്ത് മാത്രം പഠിച്ചാൽ മതി എന്നുള്ളത് നോക്കാം. സോ ഇവിടെ വെയിറ്റേജസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സിഎയുടെയും AFSന്റെയും വെയിറ്റേജുകൾ തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട്. കാരണം സിഎയുടെ 60 മാർക്ക് വരുന്നത്, AFSന്റേത് 80 മാർക്കിന്റെ വരുന്നത്. അപ്പൊ അതനുസരിച്ചിട്ട് 2 മാർക്ക് അങ്ങോട്ടോ അല്ലെങ്കിൽ 4 മാർക്കൊക്കെ ഒരു എക്സ്ട്രാ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടിയൊക്കെ ഇട്ടിട്ടുണ്ട്. ആ ഒരു വ്യത്യാസമാണ് ഉള്ളൂ. സോ നമുക്ക് സിഎയുടെ അനുസരിച്ചിട്ട് നോക്കിയിട്ട് അത് തന്നെ AFSൽ നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചാൽ മതി. സോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്ങിൽ നിന്ന് 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്, 6 മാർക്കാണ് വെയിറ്റേജ് വന്നിരിക്കുന്നത്. അപ്പോൾ 6 മാർക്കിന് വരാവുന്ന ചോദ്യങ്ങൾ ഏതൊക്കെയാണ് ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്ങിൽ നിന്ന്, അതാണ് ആദ്യം നമ്മൾ നോക്കുന്നത്. അപ്പൊ അത് പഠിച്ചാൽ മതി, അതിപ്പോ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പഠിച്ചാൽ മതി. അങ്ങനെ പഠിക്കുകയാണെങ്കിൽ അക്കൗണ്ടൻസി പെട്ടെന്ന് പഠിച്ചു തരും. അതല്ലാതെ നമ്മൾ പാഠം 1 മുതൽ പാഠം 10 വരെ ഇങ്ങനെ വായിച്ച് എഴുതി പോകുമ്പോഴാണ് ഇത് തീരാത്തത്. എക്സാം ഓറിയന്റഡ് ആയിട്ട് വേണം പഠിക്കാൻ വേണ്ടി. അങ്ങനെ നമ്മൾ നിങ്ങളെ ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്നത് കേട്ടോ. ഓക്കെ, സോ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്. ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്ങിൽ നിന്ന് 6 മാർക്കിന്, ചാപ്റ്റർ 1ൽ നിന്ന് 6 മാർക്കിന് എന്തൊക്കെ പഠിക്കണം? 6 മാർക്കിന് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് തിയറിയാണ്, ഫുൾ തിയറിയാണ് ആ ചാപ്റ്ററിൽ വരുന്നത്. ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ്, അക്കൗണ്ടിങ്ങിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് 4 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്, അക്കൗണ്ടിങ്ങിന്റെ ഒബ്ജക്റ്റീവ്സ്. അതുപോലെ തന്നെ അക്കൗണ്ടിങ്ങിന്റെ ക്വാളിറ്റേറ്റീവ് ഫീച്ചേഴ്സ് ഓഫ് അക്കൗണ്ടിങ് നിങ്ങളുടെ ടെക്സ്റ്റിൽ ഉണ്ടാകും. അതും 2 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ചോദിക്കുക യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ്ങിന്റെ യൂസേഴ്സ് ആരൊക്കെയാണ്, ഇതും ഒരു 4 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. മേ ബി മാത്സ് ഫോളോയിങ് ആട്ടെ, പല രീതിക്ക് വരാം. സോ ഇപ്പൊ ഞാനിവിടെ ഒരു 10 മാർക്കിന്റെ പറഞ്ഞു, പക്ഷെ ഇതിൽ നിന്നായിരിക്കും ഈ 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വരുന്നത് കേട്ടോ. ദെൻ രണ്ടാമത്തെ പാഠമാണ് തിയറി ബേസ് ഓഫ് അക്കൗണ്ടിങ്. അതിലും 6 മാർക്ക് തന്നെയാണ് വെയിറ്റേജ് വരുന്നത്, ചാപ്റ്റർ 2. അപ്പൊ ചാപ്റ്റർ 2ൽ നിന്ന് 6 മാർക്കിന് നമ്മൾ എന്ത് പഠിക്കണം? 6 മാർക്കിന് എന്തൊക്കെ പഠിക്കണം എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് എന്തേ പഠിക്കാനുള്ളൂ? പ്രിൻസിപ്പിൾസ് മാത്രമേ പഠിക്കാനുള്ളൂ. അപ്പൊ ഈ പ്രിൻസിപ്പിൾസ് 6 മാർക്കിന് ചോദിക്കുമോ? അതെങ്ങനെയാ ചോദിക്കുന്നതെന്ന് വെച്ചാൽ ചിലത് 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കും, ചിലത് മാത്സ് ഫോളോയിങ് ആയിട്ട് ചോദിക്കും. എന്നിട്ട് ചില ക്വസ്റ്റ്യൻസ് ഇത് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ചോദിക്കും, ഏതെങ്കിലും പ്രിൻസിപ്പിൾസ്. അങ്ങനെയാണ് വരാം. ദെൻ ചാപ്റ്റർ 3 മൂന്നാമത്തെ പാഠം റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻസ് 1. ചാപ്റ്റർ 3ന്റെ വെയിറ്റേജ് എത്രയാണ് വരുന്നത്? അതും 6 മാർക്ക് തന്നെയാണ് വെയിറ്റേജ് വരുന്നത്. സോ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ 1ൽ നിന്ന് 6 മാർക്കിന് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്? 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, എന്ന് പറയുന്നത് അക്കൗണ്ടിങ് ഇക്വേഷൻ ആണ്. അക്കൗണ്ടിങ് ഇക്വേഷൻ നമുക്ക് ഒരു 4 മാർക്കിന് പ്രതീക്ഷിക്കാവുന്നതാണ്. അക്കൗണ്ടിങ് ഇക്വേഷൻ 4 മാർക്കിന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ജേർണൽ എൻട്രീസ് 5 മാർക്കിനോ ഭാഗ്യം ഉണ്ടെങ്കിൽ 8 മാർക്കിനോ ചോദിക്കും. അപ്പൊ തന്നെ ഇവിടെ കഴിഞ്ഞു അല്ലെ, നമ്മുടെ വെയിറ്റേജ് അനുസരിച്ച് 6ൽ കൂടുതൽ മാർക്ക് നമുക്ക് അവിടെ സ്കോർ ചെയ്യാനുള്ളതായി. ദെൻ അടുത്ത ചാപ്റ്റർ ആണ് ചാപ്റ്റർ 4. ചാപ്റ്റർ 4ൽ നിന്ന് ചോദിക്കുക വെയിറ്റേജ് എത്രയാണ് വരുന്നത്? ചാപ്റ്റർ 4നാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്നത്, 9 മാർക്ക്. 9, 10 വരുന്നുണ്ട്. സോ 9 മാർക്ക്, 9 ആണ് വരുന്ന വെയിറ്റേജ് അല്ലെ. 9 മാർക്കിന് എന്തൊക്കെ ചോദിക്കാം? ക്യാഷ് ബുക്ക് ഉണ്ടല്ലോ, ക്യാഷ് ബുക്ക്, ഇത് ഒന്നെങ്കിൽ 8 മാർക്കിനോ അല്ലെങ്കിൽ 5 മാർക്കിനോ ചോദിക്കാം. ക്യാഷ് ബുക്ക് അല്ലെങ്കിൽ പെറ്റി ക്യാഷ് ബുക്ക് ചോദിക്കും കേട്ടോ. രണ്ടാണെന്നുണ്ടെങ്കിലും 5 മാർക്കിനാണ് പെറ്റി ക്യാഷ് ബുക്ക് വരാൻ സാധ്യതയുള്ളത്. പിന്നെ ഒന്നെങ്കിൽ പർച്ചേസസ് ബുക്കോ അതല്ലാന്നുണ്ടെങ്കിൽ സെയിൽസ് ബുക്കോ നമുക്കൊരു 4 മാർക്കിന് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പൊ തന്നെ 9 മാർക്കിൻ്റെതായല്ലോ. പിന്നെ ഒന്ന് ശ്രദ്ധിക്കണേ, ജേർണൽ പ്രോപ്പറിനെ പറ്റിയിട്ട് ഒരു 2 മാർക്കിന്റെയോ അല്ലെങ്കിൽ 1 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ദെൻ അത് കഴിഞ്ഞു. പിന്നെ അടുത്ത് വരുന്നത് ചാപ്റ്റർ 5 ആണ്. ചാപ്റ്റർ 5 ബാങ്ക് റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ് ആണ്. ചാപ്റ്റർ 5ൽ നിന്നും പിന്നെ ബാക്കി ചാപ്റ്റർ 5ൽ നിന്ന്
5 മാർക്ക് 6 മാർക്കാണ് വെയിറ്റേജ് വന്നിരിക്കുന്നത്. അപ്പൊ 6 മാർക്കിന് അവിടെ ചോദിക്കാൻ ചാൻസ് ഉള്ളത് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ചോദിക്കാൻ ചാൻസ് ഉള്ളത് കോസസ് ഓഫ് ഡിഫറൻസ്. ബാങ്ക് റീകൺസിലേഷൻ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആ വ്യത്യാസങ്ങൾ വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, കോസസ് ഓഫ് ഡിഫറൻസസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ ആണ് പ്രോബ്ലം ക്വസ്റ്റ്യൻ. പ്രോബ്ലം ക്വസ്റ്റ്യൻ എല്ലാം ഒന്നും പഠിച്ചില്ലെങ്കിലും ആദ്യത്തെ 2 ടൈപ്പ് പഠിക്കുക. അതായത് ബാലൻസ് ആസ് പെർ ക്യാഷ് ബുക്കും ബാലൻസ് ആസ് പാസ്ബുക്കും വെച്ചിട്ടുള്ള പ്രോബ്ലം പഠിച്ചു വെച്ചേക്കുക, എല്ലാം പഠിച്ചില്ലെങ്കിലും കേട്ടോ. അപ്പൊ അവിടെ നമുക്ക് 6 മാർക്ക് അത് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. ദെൻ അടുത്ത പാഠം ചാപ്റ്റർ 6. ചാപ്റ്റർ 6 വരുന്നത് ഏതാണ്? ചാപ്റ്റർ 6 വരുന്നത് ട്രയൽ ബാലൻസ് ആൻഡ് റെക്ടിഫിക്കേഷൻ ഓഫ് എറേഴ്സ് ആണ്. അതിനും 6 മാർക്ക് തന്നെയാണ് വെയിറ്റേജ് വരുന്നത്. അതിൽ നിന്ന് ട്രയൽ ബാലൻസിന്റെ പ്രിപ്പറേഷൻ നമുക്കൊരു 5 മാർക്കിന് പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ 4 മാർക്കിന് പ്രതീക്ഷിക്കാം. പിന്നെ എറേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതിനെ പറ്റിയിട്ട് ഒരു 2 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ വരാം. ദെൻ റെക്ടിഫിക്കേഷൻ എൻട്രി അതും ഒരു 2 മാർക്കിന് ചോദിക്കാവുന്നതാണ്. ഇതാണ് ഈ ചാപ്റ്ററിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ. ദെൻ ചാപ്റ്റർ 7 ഡിപ്രീസിയേഷൻ ആണ്. ഡിപ്രീസിയേഷനിൽ നിന്ന് 6 വെയിറ്റേജ് വരുന്നത് ചാപ്റ്റർ 7. ചാപ്റ്റർ 7ൽ നിന്ന് അപ്പോൾ ഡിപ്രീസിയേഷനെ പറ്റിയിട്ടുള്ള 1 വേർഡ് ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. 6 മാർക്ക് തന്നെയല്ലേ, 6 മാർക്ക് തന്നെയാകുമ്പോൾ 1 വേർഡ് ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ദെൻ മെഷീനറി അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞുകൊണ്ടും ഡിപ്രീസിയേഷന്റെ ജേർണൽ എൻട്രീസും ഒക്കെ ആയിട്ട് ഒരു പ്രോബ്ലം നമുക്ക് 5 മാർക്കിന് പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ അത് പിന്നെ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് അല്ലെങ്കിൽ സ്ട്രേറ്റ് ലൈൻ മെത്തേഡ് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകും. ദെൻ ചാപ്റ്റർ 8 നമുക്ക് പഠിക്കാനില്ല. ദെൻ ചാപ്റ്റർ 9 ആണ് പഠിക്കാനുള്ളത്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് 1. അതിൽ നിന്ന് എത്ര വെയിറ്റേജ് വരുന്നത്? ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് 1ൽ നിന്ന് 5ഉം 2ൽ നിന്ന് 10 വരുന്നത്. അപ്പൊ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് 1ൽ നിന്ന് 5 മാർക്കിന് എന്തൊക്കെയാ ചോദിക്കാൻ ചാൻസ് എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ്. കോസ്റ്റ് ഓഫ് ഗുഡ് സോൾഡ് കാണാനുള്ള ഇക്വേഷൻ പഠിച്ചിരിക്കണം. ഗ്രോസ് പ്രോഫിറ്റ് കാണാനുള്ള ഇക്വേഷൻ പഠിച്ചിരിക്കണം. ഓക്കെ, അത് രണ്ടുമാണ്. പിന്നെ നമ്മൾ എവിടെ നിന്ന് പഠിക്കേണ്ടത്? പലതരത്തിലുള്ള എക്സ്പെൻസസിനെ പറ്റിയിട്ട് ഒന്ന് പഠിച്ചു വെച്ചേക്കാം. ദെൻ നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ ആണ് ചാപ്റ്റർ 10. ചാപ്റ്റർ 10 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് 2. അതിന്റെ വെയിറ്റേജ് എത്ര വരുന്നത്? അതിന്റെ വെയിറ്റേജ് ആണ് ഏറ്റവും കൂടുതൽ വരുന്ന 10 മാർക്കിന്റെ ചോദ്യമാണ് ഇവിടുന്ന് വരാൻ സാധ്യതയുള്ളത്. സോ 10 മാർക്കിന് എന്ത് ചോദിക്കും? 8 മാർക്കിന് ഒരു ഫുൾ പ്രോബ്ലം വിത്ത് അഡ്ജസ്റ്റ്മെന്റ്സിന്റെ ഫുൾ പ്രോബ്ലം വരും. ദെൻ 2 മാർക്സിന്റെ 1 വേർഡ് ക്വസ്റ്റ്യൻസും ആണ് നമുക്ക് ഇവിടെ നിന്ന് പ്രതീക്ഷിക്കാവുന്നത്. അപ്പൊ +1 അക്കൗണ്ടൻസി പഠിക്കുന്ന സമയത്ത് ഇതുപോലെ വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. ക്വസ്റ്റ്യൻ നോക്കി ഇതെല്ലാം ടോപ്പിക് വൈസ് വീഡിയോസ് നമ്മുടെ ചാനലിൽ കിടക്കുന്നുണ്ട്. അങ്ങനെ നോക്കി പഠിച്ചാൽ അക്കൗണ്ടൻസിക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. താങ്ക് യു.